നമുക്കിന്ന് ആവശ്യമായതെല്ലാം കർത്താവ് തരും. പൗലോസിലെ പറഞ്ഞ വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. നിങ്ങളിൽ സൽപ്രവൃത്തികൾ ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എന്തെങ്കിലും പറ. വിശ്വസിക്കുന്നുണ്ടോ? നമ്മളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. നമ്മളോട് നല്ല വാഗ്ദാനങ്ങൾ തന്ന കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് ചെയ്ത വാഗ്ദാനം അവൻ പൂർത്തിയാക്കും. വലതുവരത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഒന്നുപോലും വെറുതെ ആയി പോവോ? ഇല്ല, വെറുതെ ആയി പോവില്ല. അത് വിത്ത് വീണാൽ അത് ബലം ചൂടും. കാരണം വിത്തിട്ടത് ആരാണ്? ഇടുന്ന ആരാണ്? ഈശോയാണ്. കർത്താവാണ് വചനം ഇടുന്നതെങ്കിൽ ആ വചനം 30 60 അല്ല 100 മേനി ബലം ചൂടും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ പൗലോസ്ലിഹായോട് ചേർന്ന് കർത്താവിൻ്റെ ഈ ഒരു വാഗ്ദാനം നമ്മളൊന്ന് മനസ്സിലേക്ക് ഉറപ്പിക്കണം. നിങ്ങളിൽ സൽപ്രവർത്തികൾ ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. ഒന്നേറ്റ് പറഞ്ഞേ, എന്നിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും. ആമേൻ. അപ്പോൾ അത് വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കണം. നമുക്കിപ്പോൾ പല ബുദ്ധിമുട്ടുകളായിരിക്കും. ഒരു പഠിത്തം തുടങ്ങി അത് പൂർത്തിയാക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഭവന നിർമ്മാണം തുടങ്ങി പൂർത്തിയാക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു സ്വപ്നം കണ്ടു തുടങ്ങി, നിങ്ങളൊരു ജീവിതം ആഗ്രഹിച്ചു, അതിങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. ഇത് ആരും സഹായിക്കാനില്ല, വഴി തടസ്സം നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നന്നായിട്ട് ജീവിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ നല്ല ആരോഗ്യമില്ല. വിശുദ്ധി ജീവിക്കണം ആഗ്രഹമുണ്ട്, പക്ഷെ പാപത്തിൽ വീണു പോവാണ്. ഇത് ആരംഭിച്ച ഒരാളുണ്ട്. ആരാരംഭിച്ചേ? ഈ ജീവിതം തന്നു തുടങ്ങിയ ഒരാളുണ്ട്. ആര്? ഈശോ. ഈശോ ഇത് പൂർത്തിയാക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പഠിത്തം, ഈ ജോലി, ഈ ശുശ്രൂഷ, ഈ സ്വപ്നം എല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ ഈശോ നമ്മളെ സഹായിക്കും. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പഴയ നിയമത്തിലൊരു സുന്ദരമായ എഴുത്താണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായം എടുക്കാമോ? സങ്കീർത്തനത്തിൽ നിന്ന് മുമ്പോട്ട് മറിച്ചാൽ പെട്ടെന്ന് കിട്ടും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായം. നിയമങ്ങൾ പഠിക്കുന്ന ആളെക്കുറിച്ച്, കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള ഒരു സുന്ദരമായ അധ്യായമാണ്. അതിനകത്തൊരു വളരെ അഭിഷേകം നിറഞ്ഞൊരു വചനമാണ്. 39-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യം. പ്രഭാഷകൻ്റെ പുസ്തകം 39:16. നമുക്ക് ഒരുമിച്ച് ഉറക്കെ വായിക്കാം. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. എല്ലാവരും ചേർന്നൊന്ന് ഉറക്കെ ഒരുമിച്ച് വായിച്ചേ. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്, അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. നമ്മളിപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ ആ വചനത്തോട് ചേർത്ത്, വാക്യത്തോട് ചേർത്ത് നമ്മളിത് ചിന്തിക്കുക. നമ്മളിൽ സൽപ്രവൃത്തി ആരംഭിച്ച കർത്താവ് അത് കൃത്യമായി പൂർത്തിയാക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ച ഇങ്ങനെയാണ്, എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ അല്പം സമയമെടുത്ത് ധ്യാനിക്കേണ്ട ഒരു വചനമാണത്. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അതെല്ലാം അത്യുത്തമമാണ്. അപ്പം നമുക്കൊരു ജീവിതം ഈശോ തന്നു, നമ്മുടെ മുമ്പിലേക്ക് ഒരു സ്വപ്നം ഈശോ തന്നു, നമ്മളോട് ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി കർത്താവ് നമുക്കൊരു വഴി തുറന്നു തന്നു. അപ്പം അത് മുമ്പിലൊരു തടസ്സം വന്ന് നിൽക്കുകയായിരിക്കും. ഒരു ഉദാഹരണം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഞാൻ പഠിത്തം ആരംഭിച്ചു, ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് പിടിയില്ല. ഞാൻ എൻ്റെ ബൈബിളിലെ ലൈസൻഷ്യേറ്റ് തുടങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ആവേശം എനിക്കായിരുന്നു. പക്ഷേ ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഗ്രീക്കും ഹീബ്രുവും പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ ആവേശമൊക്കെ ഏതോ വഴിക്കൊക്കെ പോയി. ഞാൻ വിചാരിച്ചു, കർത്താവേ, എനിക്ക് ശുദ്ധീകരണ സ്ഥലം ഇല്ല എന്ന് ഞാൻ അന്ന് ഉറപ്പിച്ചു. ഗ്രീക്കും ഹീബ്രുവും പഠിക്കാൻ തുടങ്ങിയ സമയത്ത് അക്ഷരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, അത് കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള സകല അഹങ്കാരവും പോയി, ആവേശം പോയി, ആഗ്രഹങ്ങൾ പോയി, എല്ലാം പോയി കിട്ടി. ഒറ്റ ആഴ്ചയും കൊണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു. കുറേ പേര് കൂടെ പഠിക്കാനുണ്ട്. വൈകുന്നേരം പിന്നെ മണിക്കൂറുകൾ ലൈബ്രറി പോയിരിക്കാം. പിന്നെ ഇടയ്ക്ക് ഒരു 1.5 മണിക്കൂർ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാം. ഭയങ്കര ആവേശമായിരുന്നു. പക്ഷേ എൻ്റെ ഇടയ്ക്ക് പഠിക്കണം, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാംഗ്വേജൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ കൈവച്ച് പോയി, ഹീബ്രുവിലും ഗ്രീക്കിലും കൈവച്ച് പോയപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി, കർത്താവേ, ഇത് ശരിക്കും അങ്ങ് ആരംഭിച്ചതാണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്. ഉള്ള ആവേശം മുഴുവൻ നിന്നുപോയി. പഠിത്തത്തിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈശോയുടെ വലിയ അനുഗ്രഹത്തോടെ നമ്മൾ തുടങ്ങി വെക്കുന്നൊരു കാര്യം പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്നൊരു തടസ്സം വരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സമായിരിക്കും. ചിലപ്പോൾ ആളുകൾ കൊണ്ടുവരുന്നതായിരിക്കും, ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും, നമ്മുടെ ആരോഗ്യ പ്രശ്നം കാരണം വരുന്നതായിരിക്കും. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തടസ്സത്തിൻ്റെ മുമ്പിൽ വന്ന് ഇത് സ്റ്റക്കായി പോകുന്നു. കുടുംബജീവിതം നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കും. നിങ്ങൾ നല്ലതായിട്ട് കുറച്ച് വർഷങ്ങൾ പോയി, പെട്ടെന്നൊരു ദിവസം എല്ലാം കൂടെ ഒരു തടസ്സം മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇനി കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു കപ്പിളിനെ പരിചയപ്പെട്ടു. നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു സങ്കടം ഉണ്ടായി. ആ സങ്കടം അവർ വേറെ ഒരാളോട് ഷെയർ ചെയ്തു. ആ ഷെയർ ചെയ്തത് വേറെ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആകെ മൊത്തം സങ്കടം. കുടുംബജീവിതം മുഴുവൻ താറുമാറായിട്ട് നിൽക്കുകയാണ്. പരസ്പരം മിണ്ടുന്നില്ല, 2 മുറി കിടക്കുന്നു. നല്ല രീതിയിൽ ബൈബിളിൽ കൈവച്ച് ആരംഭിച്ച ഒരു ജീവിതമാണ്. സൽപ്രവൃത്തി കർത്താവ് തുടങ്ങി വെച്ചാണ്. പക്ഷേ ഇപ്പോൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പഠിത്തം ഞാൻ പൂർത്തിയാക്കി കേട്ടോ. ഞാൻ പൂർത്തിയാക്കിയെന്നല്ല, കർത്താവ് അത് പൂർത്തിയാക്കി.
ഞാൻ വിചാരിച്ചു നമുക്ക് 3 മാസം കൊണ്ട് നിർത്തി പോകണമെന്നൊക്കെ തീരുമാനിച്ചു. ഞാൻ എൻ്റെ പ്രൊഫസറിനോടൊക്കെ പോയി പറഞ്ഞു, അച്ഛാ സ്തുതിയായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. കാരണം ഞാൻ പുസ്തകമൊക്കെ തിരിച്ച് മടക്കി വെച്ചു. ഞാൻ വിചാരിച്ചു കർത്താവെ വേറെ വല്ലതും പഠിക്കാൻ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇത് കർത്താവ് ഒരുക്കി വെച്ചതാണ്. ഞാനത് തിരിച്ചറിഞ്ഞു. ഒരു മനസ്സങ്ങ് തുറന്നു കൊടുത്ത് കർത്താവിലൊരു വിശ്വാസം അർപ്പിച്ചപ്പോഴത്തേനും ഇത് ആരംഭിച്ചവൻ ഇത് പൂർത്തിയാക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടി. പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പൂർത്തിയാക്കി. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ലൈഫിൽ സംഭവിച്ചൊരു കുഞ്ഞുദാഹരണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ എത്രയോ സ്വപ്നങ്ങളോടുകൂടി ആരംഭിച്ച എന്തോരം നല്ല കാര്യങ്ങളുണ്ട്. വിവാഹ ജീവിതമാകാം, നിങ്ങളുടെ ശുശ്രൂഷ ജീവിതമാകാം, പഠിത്തമാകാം, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ മക്കളെക്കുറിച്ച് കണ്ട ചില പദ്ധതികളായിരിക്കാം. എല്ലാം ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ ആരംഭിച്ചതാണ്. ഇത് സുഗമമായിട്ട് അങ്ങ് പൊക്കോളും, ഒരു തടസ്സം ഉണ്ടാവില്ലെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് ഇതേ നമ്മുടെ കൺമുമ്പിൽ പ്രതീക്ഷിക്കാത്തൊരു സങ്കടം, ഒരു വലിയ തടസ്സം വന്ന് നിൽക്കുകയാണ്. ആരോഗ്യം പോയി നിൽക്കുകയാണ്. വലിയ കടത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ജോലി തരുമെന്ന് പറഞ്ഞവർ നിങ്ങളെ പറ്റിച്ച് നിൽക്കുകയാണ്. നിങ്ങളൊരു സഹായം നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത ഒരാൾ നിങ്ങളുടെ തിരിഞ്ഞു പോലും നോക്കാതെ നിൽക്കുകയാണ്. എന്നാ ചെയ്യും? കർത്താവിനെ മാത്രം നോക്കി നിൽക്കുമ്പോൾ കർത്താവിനോട് പോലും ചോദിച്ചു പോകും, കർത്താവേ നീ ഇത് കാണുന്നില്ലേ? പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹയോട് ചേർന്നത് പറയണം, ഇത് ആരംഭിച്ചത് എൻ്റെ കർത്താവാണെങ്കിൽ കർത്താവ് ഇത് പൂർത്തിയാക്കും. ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പൂർത്തിയാക്കും. ഏത്? അച്ഛൻ്റെ ജീവിതത്തിലുള്ള കാര്യം ഒന്ന് പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യം ഓർത്തു. ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു സമയത്താണ് ഈ വചനം എൻ്റെ ഈശോയുടെ പ്രിയപ്പെട്ട സൗരങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അച്ഛനത് ബോധ്യത്തോടെ പറയാണ്, എന്നിൽ സൽപ്രവൃത്തി ആരംഭിച്ചവനത് പൂർത്തിയാക്കിയെങ്കിൽ ഈശോയുടെ വചനം കേട്ട് വിശ്വസിക്കുന്ന നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ച ഈശോ അത് കൃത്യമായി പൂർത്തിയാക്കും. അപ്പോൾ ആ വചനത്തിൻ്റെ അർത്ഥം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. പ്രഭാഷകൻ 39:16 എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. ചിലപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വലിയ സ്ട്രഗിൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കർത്താവേ ഇതെന്തൊരു മോശം ജീവിതമാണ്, ഇത്രയും സ്ട്രഗിൾസ്, ഇത്രയും വേദന, ഇത്രയും സങ്കടങ്ങൾ, ഇത്രയും നിരാശ, ഒന്നിനു പുറകെ ഒന്നായിട്ട് പരാജയമുള്ള ഈ ജീവിതം ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ തന്നെ ശപിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ജീവിതത്തെ ശപിക്കും. നമുക്ക് ഈശോ തന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ശപിക്കും. ഇതെന്തിനാ ഇങ്ങനൊരു ജീവിതം, ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ കർത്താവിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കുന്ന കർത്താവിൻ്റെ വചനം പറയാണ്, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അതെല്ലാം അത്യുത്തമമാണ്. നമ്മളിപ്പോൾ ലൈഫ് സ്മൂത്തായി പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, ഇത് കർത്താവിൻ്റെ അനുഗ്രഹമാണ്, കർത്താവ് എല്ലാം നന്നായിട്ട് ചെയ്യും, കർത്താവ് നല്ലവനാണ്, അവനെ വാഴ്ത്തിപ്പാടുവിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ വാഴ്ത്തിപ്പാടും. പക്ഷേ ഈ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ, മുമ്പോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റാത്ത, ഒരു തരി വെട്ടം പോലും കിട്ടാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അതെല്ലാം അത്യുത്തമമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കണം. അത് ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോഴത്തേനും ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ആഗ്രഹിച്ചത് പെട്ടെന്ന് ജോലി കിട്ടണം, പെട്ടെന്ന് കല്യാണം നടക്കണം, പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാകണം. 9 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ജോലി കിട്ടാനല്ല, കുഞ്ഞുങ്ങളുണ്ടാകും. എല്ലാം ഒരു കാത്തിരിപ്പിൻ്റെ ഒരു കാലമുണ്ട്. പക്ഷെ കർത്താവ് കൈവിടത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് അവിടുത്തെ പ്രവൃത്തിയാണ്. ആ വചനത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ഒന്ന് വായിച്ചേ വിശ്വാസത്തോടെ. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. അവിടുന്ന് കൽപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് സംസാരിക്കുന്നത്. കർത്താവിൻ്റെ വചനം ഒന്നുപോലും വെറുതെ ആയി പോവില്ല. വാഗ്ദാനം തന്നവൻ അത് പൂർത്തിയാക്കും. ഇത് വിശ്വസിക്കാനൊരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ഈ പരിശുദ്ധ അമ്മയോടൊക്കെ ഒത്തിരി കൂട്ടുപിടിക്കുമ്പോൾ, ഒത്തിരി ജപമാല ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതും നമ്മൾ ചോദിച്ച് മേടിക്കേണ്ടതും ഒരു കൃപ ഇതാണ്. ഈശോയുടെ വചനം എല്ലാം വിശ്വസിക്കാൻ ഒരു കൃപ നമ്മൾ ചോദിക്കണം. പരിശുദ്ധ അമ്മയെ കണ്ടിട്ട് എലിസബത്ത് പറഞ്ഞില്ലേ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് പൂർത്തിയാകുമെന്ന് വിശ്വസിക്കണം. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ഇത് അവിടുത്തെ വചനം ഒന്നുപോലും വെറുതെ ആവില്ലെന്ന് വിശ്വസിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരായി, ഭാഗ്യവതികളായി. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളിവിടെ നേരത്തെ ഏകദിന ധ്യാനമൊക്കെ കൂടുമ്പോൾ എപ്പോഴും പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ, എവിടെയാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും അധികം ഇഷ്ടമുള്ള വചനങ്ങളൊന്നാണ് ഈ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. വചനം അറിയോ? അത് ലൂക്ക 1:46 മുതൽ 56 വരെ കാണാപ്പടം പഠിക്കാമെങ്കിൽ നല്ലതാണ്. ഇതിനകത്തൊരു സുന്ദരമായ വചനമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. എപ്പോൾ പറയണം അത്? ലോട്ടറി അടിക്കുമ്പോൾ ആണോ? എപ്പോഴും പറയണം. എല്ലാ കുഞ്ഞു കാര്യമായിക്കോട്ടെ, വലിയ കാര്യമായിക്കോട്ടെ, എല്ലാ സമയത്തും കർത്താവിന് ഇത് പറഞ്ഞ് നന്ദി പറയണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി അടുത്തിടയ്ക്ക് പുറത്തൊരു രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അപ്പം ആ ധ്യാനം ഓർഗനൈസ് ചെയ്ത ആ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ വലിയ പ്രതീക്ഷയോടെ ചെല്ലരുതെന്നു. ഞാൻ ചോദിച്ചു, എന്നാ വലിയ പ്രതീക്ഷ? അല്ല അച്ഛൻ ഒത്തിരി ആൾക്കാരോടൊക്കെ സംസാരിക്കുന്നല്ലേ, ഇവിടെ നമ്മൾ ഈ രാജ്യത്ത് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശുശ്രൂഷ നടത്താണ്, പിള്ളേർക്ക് വേണ്ടി, യൂത്തിന് വേണ്ടിയിട്ടാണ്. ആ സ്ഥലത്ത് മിക്കവാറും പിള്ളേർ കാണത്തില്ല അച്ഛാ,
എന്നാലും അച്ഛനൊരു 30 പേർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി എന്ന്. 30 പേർക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, 30 ആയാലും 3000 ആയാലും പ്രിപ്പറേഷൻ ഒരുപോലെയാണ്, പ്രാർത്ഥന ഒരുപോലെയാണ്, ബാക്കി ഒരുക്കുന്നത് കർത്താവാണ്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു, വലിയ പ്രതീക്ഷയോടുകൂടി പോകണ്ട, അല്ലേ, വലിയ സ്വപ്നം കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ, നമുക്ക് സങ്കടം വരത്തുള്ളൂ, അപ്പോൾ കുഞ്ഞു സ്വപ്നം മതി എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ആ ധ്യാനത്തിന് ഒരുക്കമായിട്ട് ഈ ലൂക്ക 1:46 മുതൽ 56 വരെയാണ് പ്രാർത്ഥിക്കാൻ ഈശോ ഒരു പ്രചോദനമൊക്കെ തന്നെ. അപ്പോൾ അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അവിടുത്തെ ഓർഗനൈസ് ചെയ്ത അച്ഛനും അവിടെയുള്ള ശുശ്രൂഷകരും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങളെപ്പോലെ തന്നെ അവരും കുഞ്ഞു സ്വപ്നങ്ങളുടെ ഒടയതമ്പുരന്മാരായിരുന്നു. കുഞ്ഞു സ്വപ്നങ്ങളെ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ കണ്ണൊന്നും തള്ളിയില്ല. ശക്തനായവൻ എനിക്ക് വേണ്ടി എപ്പോഴും വലിയ കാര്യങ്ങളെ ചെയ്യുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു 30 പേരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു, ആ ചേട്ടൻ കൗണ്ട് ചെയ്തതാണ്, എനിക്ക് കൗണ്ട് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, ഓൾമോസ്റ്റ് 360ഓളം ചെറുപ്പക്കാർ, 360ഓളം ചെറുപ്പക്കാരെയാണ് ഈശോ അവിടെ കൊണ്ടുവച്ചത്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ 30 പേരായാലും ഞാൻ സങ്കടപ്പെടുത്തൊന്നുമില്ല. എൻ്റെ ഒരു രീതി അനുസരിച്ച് 3 പേരാണേലും ഞാൻ പറയും, കർത്താവിൻ്റെ വചനം പറയും. പക്ഷേ ഈ വചനം വിശ്വസിച്ച് നമ്മൾ ഇറങ്ങിക്കോ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ. ഏറ്റവും അടുത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒന്നാണത്. ശക്തനായവൻ നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു തരും. പറഞ്ഞേ ഹല്ലേലൂയാ. വലതുവോർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വിശ്വസിക്കണം. വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ആ ചേട്ടനെ തിരുത്തിയൊന്നുമില്ല, 30 ഉണ്ടാവുള്ളൂ അല്ലേ, എന്നാ ചെയ്യും, അയ്യോ നമ്മൾ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് നമ്മൾ ഇത്രയും പൈസയൊക്കെ മുടക്കി സമയമൊക്കെ മാറ്റി വെച്ച് ചെല്ലുമ്പോൾ 30 ഉണ്ടാവുള്ളൂ അല്ലേ, സാരമില്ല, 30 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോ, നിരാശയുടെ ഒരു വാക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാൻ പാടില്ല. കിട്ടുന്നുണ്ടോ? അപ്പോൾ ആൾക്കാർ ചുറ്റും നിന്ന് നിങ്ങളോട് പറയും, ഇത് ഈ കടമൊക്കെ എന്ന് മാറാനാണ്, ഈ പ്രശ്നം എന്ന് മാറാനാണ്, ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായ കുടുംബം, അതെ അവരിപ്പോൾ വഴിയാതെ അവരെ ഇത് ഒന്ന് റെഡിയാവാൻ സാധ്യത കുറവാണ്. എന്നാ നെഗറ്റീവ് ചുറ്റും നിന്ന് ആൾക്കാർ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈശോ നിങ്ങളോട് സംസാരിക്കേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ശക്തനായ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. പറഞ്ഞേ ഹല്ലേലൂയാ. ഉറപ്പാണ് ശക്തനായവൻ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും. പരിശുദ്ധ അമ്മ അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, ഇപ്പം നമുക്കിപ്പോൾ ഒരു ധ്യാന ഹാളിലൊക്കെ ഇരുന്നു, വചനം കേൾക്കുന്നു, ഓൺലൈനിൽ ശുശ്രൂഷ കൊടുക്കുന്നു, ഒരാളിങ്ങനെ ടോക്കിലൂടെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ വചനം നമുക്കൊരു 100 പ്രാവശ്യം എഴുതാം, 1000 തവണ ഇതൊക്കെ പറയാം, ഒച്ചത്തിൽ ചിലപ്പോൾ ഈ മൈക്കിനെക്കാട്ടി ശബ്ദത്തിൽ നമുക്കത് വിളിച്ചു പറയാം. ഏറ്റവും പ്രധാനം എന്താണ്? വിശ്വസിക്കണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് തന്നിരിക്കുന്നു. തരുമെന്നല്ല, തരാവോ എന്നല്ല, എനിക്ക് തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സ്വരങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കി, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ധ്യാനങ്ങൾ, നമ്മുടെ തപസ് ധ്യാനം, ഹീൽ ധ്യാനം, ഏകദിന ധ്യാനങ്ങൾക്കൊക്കെ ആൾക്കാർ വരുമ്പോൾ എന്തോരം നിയോഗങ്ങൾ ആളുകൾ നിഷ്കളങ്കമായിട്ട് എഴുതി തരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുക, അച്ഛാ ഇത് പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് ഇതില്ല, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി, ഇങ്ങനെ ഒരു പ്രശ്നം, ഇത് പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് എന്തോരം എഴുത്തുകൾ നമുക്ക് കിട്ടും. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഇവിടെ ധ്യാനം കൂടാൻ വരുന്ന സകലരോടും പറയാറുള്ളതാണ്, തരണേ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ വരേണ്ടത്, എനിക്ക് തന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മളിവിടെ വരണം. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് ഇതെനിക്ക് ചെയ്ത് തന്നിരിക്കുന്നു എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സാക്ഷിയെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് അത്ര അഗാധമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. എളുപ്പമല്ല. വർഷങ്ങളായിട്ടൊരു ജോലി ഇല്ലാതെ സങ്കടപ്പെടുന്ന ഒരാൾ ഇവിടെ വന്നിട്ട് ധ്യാനം കൂടുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു ജോലി വേണം, എനിക്കൊരു ജോലി തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. കുറച്ച് കട്ടിയാണ്, കുറച്ച് വിഷമാണ്. ജോലി ഇല്ലാതെ വർഷങ്ങളായിട്ട് ഇങ്ങനെ വിഷമിക്കുമ്പോൾ എനിക്കവൻ അത് തന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ അസാമാന്യമായൊരു വിശ്വാസം വേണം. പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്കതുണ്ടോ? ഈശോയുടെ മക്കൾക്ക് അതുണ്ടോ? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ. രോഗം സൗഖ്യപ്പെട്ടിട്ടില്ല, എഴുന്നേറ്റ് നിൽക്കാൻ മേല, പനി മാറുന്നില്ല, അസുഖങ്ങൾ മാറുന്നില്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് രോഗങ്ങളും വേദനകളും ഒക്കെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പ്രാർത്ഥിച്ചു പോലും തീരുന്നില്ല, അത്രയധികം സങ്കടങ്ങളാണ്. പക്ഷെ അവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ പറ്റണം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തൻ പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് എലിസബത്ത് പറഞ്ഞത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വേറെ ഒരു കാര്യം കൂടെ ഇങ്ങനെ എലിസബത്ത് പോയി നോക്കി പറയുന്നുണ്ട്, ലൂക്ക 1:42. എല്ലാവരും ഉറക്കെ വായിച്ചേ. അവൾ ഉദ്ഘോഷിച്ചു, എലിസബത്ത് ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഒന്നുറക്കെ പറഞ്ഞേ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇത് എലിസബത്ത് പറഞ്ഞ, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇതെവിടെയും? നന്മ നിറഞ്ഞ മറിയമേ, ജപമാല ചൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയം നമ്മൾ ചെല്ലുന്ന സമയത്ത് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇത് പറയാറുണ്ടല്ലേ, എത്രയോ തവണ നമ്മൾ പറയണു. പരിശുദ്ധ അമ്മയെ നോക്കി, മറിയത്തെ നോക്കി എലിസബത്ത് പറഞ്ഞ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇത് ബൈബിളിൽ വേറെ ആരെങ്കിലും കുറിച്ചൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടോ? യൂദിത്തിൻ്റെ പുസ്തകത്തിൽ യൂദിത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂദിത്തിൻ്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ യൂദിത്തിനെ നോക്കി ജനം മുഴുവനായിട്ട് പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്.
അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? യൂതിത്തിനെ കേട്ടിട്ടുണ്ടോ? പണ്ടൊരു ദിവസം നമ്മളിങ്ങനെ ബയോ പഠിപ്പിക്കുന്ന സമയത്ത് യൂതിത്തിൻ്റെ പുസ്തകം മുഴുവൻ എടുത്ത് പരിശുദ്ധാമ്മയായിട്ട് കണക്ട് ചെയ്തൊക്കെ പഠിപ്പിച്ചായിരുന്നു. നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരായതുകൊണ്ടും ഓർമ്മശക്തി കൂടുതലായതുകൊണ്ടും എല്ലാം നന്നായിട്ട് നിങ്ങൾ മറന്നു പോയിരിക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾ മറന്നിരിക്കുന്നു. അപ്പോൾ എലിസബത്തിന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി എടുക്കുക. എലിസബത്ത് അമ്മ പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ബൈബിളിൽ വേറെ പുതിയ നിയമത്തിൽ എവിടെയും ആരെക്കുറിച്ചും ഇങ്ങനെ പറയുന്നില്ല. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. യൂതിത്തിനെ നോക്കിയിട്ടാണ്. ഈ ശത്രുവായ ഹോളോഫർണസിൻ്റെ തല ഛേദിച്ച് ഈ യഹൂദരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ച് വന്ന ഈ സ്ത്രീയെ നോക്കിയിട്ട് ജനം വിളിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ശത്രുക്കളുടെ പേരെങ്കിലും ഓർത്തിരിക്കണം കേട്ടോ. ആ ചേച്ചിയുടെ പേര് ഓർത്തിരുന്നില്ലെങ്കിലും യൂതിത്ത് കേട്ടോ, നമ്മുടെ ഹീറോയിൻ. ശത്രുവിൻ്റെ പേര് ഹോളോഫർണസ്. യൂതിത്തിൻ്റെ പുസ്തകത്തിലാണ് പഴയ നിയമത്തിൽ. ശത്രുവായ ഹോളോഫർണസിനെ തട്ടിക്കളഞ്ഞ് യഹൂദരെ വലിയൊരു അപകടത്തിൽ നിന്ന്, ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിച്ച ഈ സ്ത്രീയെ നോക്കിയിട്ട് ജനം വിളിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. വേറെ ഒരാളെയും കൂടെ വിളിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ ഒരാളെയും കൂടെ ഉണ്ട്. നിങ്ങൾ ഉത്തരം പറയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നിങ്ങൾക്ക് പറയണ്ടെന്ന് വെച്ചിട്ടല്ല, നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. എസ്തേറോ? നോ. റൂത്ത്? അല്ല. ഇനി ഒരു ചേച്ചീനെയും കൂടെ പറഞ്ഞ ബൈബിളിലെ എല്ലാ സ്ത്രീകളുടെയും പേരായി. സൂസന്നയോ? അതാരാ? നമ്മുടെ ദാനിയൽ. സൂസന്ന. ചെറുപ്പത്തിൽ കേട്ട കഥകളിലൊന്നും അല്ലേ സൂസന്ന. വേറെ പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായം എടുക്കാമോ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം. ദബോറ, എനിക്ക് തോന്നി ദബോറ എന്ന് പറയുന്നു, പക്ഷേ ദബോറയല്ല. ദബോറയുടെ കീർത്തനത്തിലാണ് ആ സ്ത്രീയുടെ പേരുള്ളത്. ദബോറയല്ല. ദബോറയുടെ കീർത്തനത്തിൽ ദബോറ ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്നുണ്ട് ഒരു സ്ത്രീയെക്കുറിച്ച്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 24-ാമത്തെ അധ്യായം, 24-ാമത്തെ വാക്യം. ജഡ്ജസ് 5:24. ന്യായാധിപന്മാർ 5:24. കേന്യനായ ഹേബേറിൻ്റെ ഭാര്യ ജായേലാവട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ. പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു എന്ന് മാത്രമല്ല, സ്ത്രീകളിൽ ഏറ്റവും ധന്യ നീയെ എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാറുണ്ട്. ഈ യൂതിത്തിനെ കുറിച്ച് മാത്രമല്ല, ഈ ഒരു സ്ത്രീയെക്കുറിച്ചും കൂടെ പറയാണ്. ഹേബറിൻ്റെ ഭാര്യ ജായേൽ എന്ന് പറഞ്ഞ ഈ സ്ത്രീ, ഈ ജോയൽ പ്രവാചകന്റെ അനിയത്തിയും അളിയനും ഒന്നും അല്ല കേട്ടോ അത്. ജായേൽ എന്ന് പറഞ്ഞ സ്ത്രീ, അവളെക്കുറിച്ചും പറയാണ്, ഈ സ്ത്രീ കൂടാരവാസികളിൽ ഏറ്റവും ധന്യാണ്. 26-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവൾ കൂടാരത്തിൻ്റെ മരയാണി കയ്യിലെടുത്തു, വലത് കൈയിൽ വേലക്കാരുടെ ചുറ്റുകയും അവൾ സിസേറായെ ആഞ്ഞടിച്ചു, അവൻ്റെ തല തകർത്തു. ഇതും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ടയോ? റിപ്പർ ചന്ദ്രനെ കുറിച്ച് പറയുന്നു. റിപ്പറിനെ കുറിച്ചല്ല ഇത് പറയണേ. ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. യൂതിത്തും ഇപ്പുറത്തെ ചേച്ചിയുടെ പേരെന്നാ? ജായൽ. മറന്നുപോയേക്കല്ല കേട്ടോ, ഇവർ രണ്ടുപേരുടെ പേര് മറന്നുപോയേക്കല്. ഇവർ രണ്ടുപേരും ചെയ്തത് ഒരേ കാര്യമാണ്, ഓൾമോസ്റ്റ് ഒരേ കാര്യമാണ്. ശത്രുവിൻ്റെ തലയെ തകർത്തുന്നത്, ശത്രുവിനെ ഇല്ലാതാക്കി. യഹൂദരെ, ഇസ്രായേൽക്കാരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഈ സ്ത്രീകൾ കാരണമായി. നന്നായിട്ട് മനസ്സിലാക്കുക. ശത്രുവിൻ്റെ തലയെ തകർത്ത സ്ത്രീയെ നോക്കി വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന വാക്കാണ്, നീ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീത, ഏറ്റവും ധന്യ. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ പഴയ നിയമത്തിൽ ഈ രണ്ടുപേരെ കുറിച്ച് പറയുക. സിസേറയുടെ തല തകർത്ത ജായേൽ, ഹോളോഫർണസിൻ്റെ തല തകർത്ത യൂതിത്ത്. പുതിയ നിയമത്തിൽ ഒരാളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആരെക്കുറിച്ച്? പരിശുദ്ധ അമ്മയെക്കുറിച്ച്. അമ്മ ആരുടെയും തല തകർത്തോ? സാത്താൻ്റെ തലയെ തകർത്തോ? ആണോ? സാത്താൻ്റെ തലയെ തകർത്തോ പരിശുദ്ധമ്മ? നന്നായിട്ടത് മനസ്സിലാക്കുക. ഈ ജായേലിൻ്റെ കയ്യിലും യൂതിത്തിൻ്റെ കയ്യിലും ആയുധം ഉണ്ടായിരുന്നു. ആ ആയുധം വെച്ചാണ് ശത്രുവിൻ്റെ തല തകർത്തത്. ഒരാളുടെ കയ്യിൽ ചുറ്റിക, മറ്റേയാളുടെ കയ്യിൽ വാള്. അപ്പം ആ വ്യക്തി ശത്രുവിൻ്റെ തലയെ തകർത്തു എന്ന് മാത്രമല്ല പറയേണ്ടത്, ആ ശത്രുവിൻ്റെ തലയെ തകർക്കാൻ അവരുടെ കയ്യിൽ ഒരായുധമുണ്ടായിരുന്നു. അതിനാൽ ആ സ്ത്രീകൾ ഏറ്റവും അനുഗ്രഹീതയായി. പരിശുദ്ധ അമ്മയെ നോക്കി സഭയും എലിസബത്ത് അമ്മയും വിളിക്കുന്നു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ശത്രുവിൻ്റെ തലയെ തകർത്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ശത്രുവിൻ്റെ തലയെ തകർക്കുന്ന ഒരായുധം അവളുടെ കയ്യിലുണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ സകല വേദനകളെയും ആക്രമണങ്ങളെയും പിശാചിൻ്റെ എല്ലാ ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങളെയും നമ്മളെ വിഷമിപ്പിക്കുന്ന സകല സങ്കടങ്ങളെയും നിരാശയും അതിൻ്റെ എല്ലാം തലയെ തകർക്കാൻ പറ്റുന്ന ഒരായുധം പരിശുദ്ധ അമ്മ അപ്പോൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ഉള്ളിൽ ഈശോ ഉണ്ട്. സകല ശത്രുവിൻ്റെയും തലയെ തകർക്കുന്ന ദൈവവചനം, വാള് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അമ്മയെ നോക്കി എലിസബത്ത് വിളിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരബലവും അനുഗ്രഹീതം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.
ശരിക്കും പരിശുദ്ധ അമ്മയോട് നമ്മൾ ഏറ്റവും കൂടുതൽ കൂട്ടുപിടിക്കേണ്ട ഒരൊറ്റ കാര്യത്തിലാണ്, നമ്മളിൽ സൽപ്രവർത്തികൾ ആരംഭിച്ച കർത്താവ് അത് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളെ അനുഗ്രഹിക്കാൻ ഈ വഴി നിൽക്കുമ്പോൾ ഈ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒരു ശത്രു കൂടി നമുക്കുണ്ട്. ആര്? കർത്താവിന് മാത്രമല്ല നമ്മളെക്കുറിച്ച് പദ്ധതി. നിങ്ങളെങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കില്ല, കർത്താവിന് മാത്രമല്ല നിങ്ങളെക്കുറിച്ച് ശുഭമായ ഭാവിയും പദ്ധതിയും ഒക്കെ ഉള്ളത്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ആർക്കും കൂടി ഉണ്ട്. നിങ്ങൾക്കില്ല, പക്ഷേ സാത്താനുണ്ട്. കർത്താവിൻ്റെ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ വേണ്ടി അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കും. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കും. എന്തെങ്കിലുമൊക്കെ കാണിച്ച് നമ്മുടെ മുമ്പിൽ നിന്ന് കർത്താവിൻ്റെ ആ പദ്ധതിയെ തട്ടിക്കളയാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കും. രണ്ട് കാര്യങ്ങൾ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുമ്പിൽ കർത്താവ് ഒരുക്കി വെച്ച നല്ല വഴിക്ക് തടസ്സമായിട്ട് നമ്മുടെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിലല്ല, ഈശോയുടെ മുമ്പിലല്ല, നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ശത്രു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ശത്രുവിനെ ചവിട്ടി മെതിക്കാൻ, ആ ശത്രുവിൻ്റെ തലയെ തേർക്കാൻ നമുക്കൊരു സഹായം ആവശ്യമാണ്. ആ സഹായമാണ് സ്വർഗം തന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിലൊന്ന് പരിശുദ്ധ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും വലിയ ശത്രു തിന്മയെ തകർക്കണം. ഈശോയുടെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് ദർശനം കിട്ടുമ്പോഴും ഈ ഒരു ബോധ്യങ്ങൾ കിട്ടുമ്പോഴും യോസേപ്പ് പിതാവ് സ്വപ്നം കാണുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഈ ശിശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പാപം, അതിന് വഴിയൊരുക്കുന്ന തിന്മ, ആ തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ, ആ പാപത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഈശോയെ നമുക്ക് തന്ന സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ആര്? പരിശുദ്ധ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊരു സൽപ്രവൃത്തി അവൻ ആരംഭിച്ചെങ്കിൽ അത് പൂർത്തിയാക്കാൻ നമുക്കൊരമ്മയുടെ ഹെൽപ്പ് ആവശ്യമാണ്. ആ സഹായമാണ് പരിശുദ്ധ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റണം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് തന്നിരിക്കുന്നു. തരുമെന്നല്ല, തരണേന്നല്ല, തന്നിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് പരിചയപ്പെടുത്താനൊക്കെ ഇന്ന് നിങ്ങളോട് പറയണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഭയങ്കര കൂടെയൊക്കെയാണ് വന്ന്, ഇത്തിരി പ്ലാനിങ്ങുകളായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി ഡ്രൈ ആയിട്ട് പോകുന്നത്. പക്ഷേ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തരട്ടെ. ഈ തിന്മയെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് പരിശുദ്ധ അമ്മയെ ഒരു വൈദികൻ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും ധ്യാന ശുശ്രൂഷകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഈ വൈദികനെക്കുറിച്ച്. ഞാനല്ല കേട്ടോ, അത് ഫാദർ ഗബ്രിയേൽ അമോർത്ത് കേട്ടിട്ടുണ്ടോ? ഫാദർ ഗബ്രിയേൽ അമോർത്ത് തിരുസഭയിലെ ഏറ്റവും ശക്തനായ ഭൂതോച്ചാടകരിൽ ഒരാളായിരുന്നു. സഭയുടെ ഔദ്യോഗിക എക്സോസിസ്റ്റുകളിൽ ഒരാളായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ ജോൺ പോൾ പാപ്പയുടെ സമയത്ത്, ബെനഡിക്റ്റ് പാപ്പയുടെ സമയത്ത്, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സമയത്തൊക്കെ വത്തിക്കാൻ്റെ ഔദ്യോഗിക എക്സോസിസ്റ്റായിരുന്നു, ഭൂതോച്ചാടകനായിരുന്നു ഫാദർ ഗബ്രിയേൽ അമോർത്ത്. അദ്ദേഹത്തിൻ്റെ സുന്ദരമായ എഴുത്തുകളുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഈ അടുത്തിടയ്ക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, ഇംഗ്ലീഷാണ്. ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. മലയാളത്തിൽ പറയാമോ? പുസ്തകം കാണുമ്പോൾ പേടി വരും, ചുമന്ന പുസ്തകം, അതിൻ്റെ അടുത്തൊരു പാമ്പും. ഇത് കണ്ടാൽ ചിലപ്പോൾ വേറെ വരുമായിരിക്കും, പക്ഷേ ആ ടൈറ്റിൽ മാറ്റേഴ്സ്. ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. സാത്താന് എന്നെ പേടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് പല ഈ മാക്കാനെയും പോക്കാനെയും എല്ലാത്തിനെയും പേടിയാണ്, അല്ലേ? വാഴയില അനങ്ങിയാൽ പോലും നമ്മൾ നരകവാതിലുകളെ പോലെ കിടുകിട വിറയ്ക്കും. പിശാച് കടിച്ചോ, പിശാച് മാന്തിയോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തിന്മയുടെ ശക്തമായ ആക്രമണങ്ങളുണ്ട്, അത് ഉപദ്രവിക്കും, എല്ലാം ഉണ്ട്, നമ്മളെ പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുക, എല്ലാ അപകടങ്ങളും ഉണ്ട്. പക്ഷേ ഈശോയോട് ചേർന്ന് നിന്ന ഒരു വൈദികൻ പ്രഖ്യാപിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് അദ്ദേഹം വെക്കാണ്, ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. സാത്താന് എന്നെ പേടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ അവസ്ഥ എന്താണ്? സാത്താനെ പേടിയാണ്. പേടിയുണ്ടാവും. നമുക്ക് സാധാരണ മനുഷ്യരല്ലേ, നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഈ അച്ഛനെ പോലെ അത്രയധികം എക്സോസിസമോ പിശാചിനെ തട്ടിത്തൂരി എറിഞ്ഞ അത്ര ഒരു പ്രവൃത്തി പരിചയമോ അത്ര പ്രാർത്ഥനയോ അത്ര വിശുദ്ധിയോ നമുക്കുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈശോയുടെ വിശുദ്ധ ശരീരം, തിരുരക്തം സ്വീകരിക്കുന്ന, കർത്താവിൻ്റെ വചനം മുറുകെ പിടിക്കുന്ന, ശക്തനായവനെ മുറുകെ പിടിക്കുന്ന നമ്മളും പറയേണ്ട ഒറ്റ കാര്യമാണ്, ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. എന്നെയും എൻ്റെ കുടുംബത്തെയും സാത്താൻ തൊടില്ല. കാരണം സാത്താന് എന്നെ ഭയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഫാദർ ഗബ്രിയേൽ അമോർത്ത് വളരെ വിശുദ്ധനായ ഒരു വൈദികൻ, ഇത്രയധികം ശുശ്രൂഷകൾ ചെയ്ത ഈ പുണ്യപുരോഹിതൻ പറയുന്നൊരു കാര്യം, ഈ പിശാചിന് എന്നെ പേടിയായതിൻ്റെ കാരണം, ശ്രദ്ധിച്ചിരിക്കണം, പിശാചിന് എന്നെ പേടിയായതിൻ്റെ കാരണം ഞാൻ ഇത്രയും എക്സോസിസം ചെയ്തതോ, ഞാൻ ഇത്രയധികം വലിയ കാര്യങ്ങൾ ചെയ്തതോ ഒന്നുമല്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, ശത്രുവായ ഒരു സ്ത്രീ എൻ്റെ കൂടെയുണ്ട്. ശത്രുവായ സ്ത്രീ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ എനിമിയാണ് സൈറ്റൻ, എൻ്റെ ശത്രുവാണ് സാത്തൻ. എന്നാൽ ആ ശത്രുവിൻ്റെ ശത്രുവായ ഒരു സ്ത്രീ എൻ്റെ കൂടെയുണ്ട്. ദ വുമൺ, ദ എനിമി ഓഫ് സൈറ്റൻ, മദർ മേരി, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ ഒരു ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ടോ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടോ മാത്രമായിട്ട് അച്ഛൻ പറയുന്നതല്ല.
എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവാനുഭവം ഉണ്ടായത് പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ചതിന് ശേഷമാണ്. ബോധ്യത്തോടെ കൂട്ടുപിടിച്ചൊന്നുമല്ല, ഞാൻ കൂടുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ എന്നോട് കൂട്ടുകൂടിയതുകൊണ്ടാണ്. ഏറ്റവും അധികം അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുള്ളത്, ഈശോ തന്നിട്ടുള്ളത് വേറെ ഒരു വിശുദ്ധരും വഴിയല്ല. എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിലെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ എന്നോട് കൂട്ടുകൂടിക്കൊണ്ടിരിക്കുന്നത് യോഹന്നാനിലെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രോസിലെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം പിടികിട്ടില്ല, ജീവിതമാണ് സാർ. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്, അത് പരിശുദ്ധ അമ്മയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വലിയ സഹായത്തെക്കുറിച്ചാണ് ഫാദർ ഗബ്രിയേൽ അമോർത്ത് പറയണ. നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ചല്ല, ഈ ആത്മീയ പോരാട്ടത്തിൽ പൗലോസിലെ എഴുതി വയ്ക്കുന്നില്ലേ, നമ്മൾ യുദ്ധം ചെയ്യാണ് അല്ലേ, ഒരു ശത്രുവിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സഹായമാണ് പരിശുദ്ധ അമ്മ, ദ വുമൺ, ദ എനിമി ഓഫ് സൈറ്റൻ. ഒന്ന് നിവർന്നിരുന്ന നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, പിശാചിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു ലോകമാണ്. ആവശ്യമില്ലാത്ത അബദ്ധ സിദ്ധാന്തങ്ങൾ എന്ന പേരിൽ കുറേ പൊട്ട ടീച്ചിങ്സ് വരുന്നൊരു കാലമാണ്. ഒത്തിരിയധികം നമ്മൾ വഴിതെറ്റുന്ന ഒരു ലോകത്തിലാണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റ് പോകുന്ന ഒരു സാധനമാണ് ഭയം. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഭയം. ഇത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു പിടിയില്ലാത്ത സാത്താനെക്കുറിച്ച് പറഞ്ഞാൽ ഏതവനും ഒന്ന് വിറയ്ക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്തുനിന്ന് ഫ്രം ദ പ്രൈം സോഴ്സ് നമ്മൾ ഈ കാര്യങ്ങളൊന്നും അറിയുന്നത് നല്ലതാണ്. തിന്മയെക്കുറിച്ച്, പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ആ അച്ഛൻ പറഞ്ഞു, ഈ ബ്രദർ പറഞ്ഞു, ആ സിസ്റ്റർ പറഞ്ഞു, ആ ചേട്ടൻ പറഞ്ഞു, ഈ ചേച്ചി പറഞ്ഞു എന്നല്ല. ഇത്രയധികം സഭയുടെ ഔദ്യോഗികമായിട്ട് എക്സോസിസം ചെയ്ത ഈ പുണ്യപുരോഹിതം പറയുന്നത് നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം. അപ്പം അദ്ദേഹം തിന്മയെക്കുറിച്ച് പറയുന്ന, പിശാചിനെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്താണ്? നിങ്ങൾ പറ. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്താണ്? നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരു പ്രലോഭനം ആണോ? നിങ്ങളെ പ്രലോഭിപ്പിക്കാറുണ്ടോ? ഇല്ല, ഞങ്ങൾ ഭയങ്കര ദോസ്തുക്കളായതുകൊണ്ട് വലിയ പ്രലോഭനമൊന്നുമില്ല, പറയുമ്പോഴേ ഞങ്ങൾ അങ്ങ് അനുസരിക്കും, അതാണോ? അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, സാത്താൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം അവനില്ല എന്ന് വിശ്വസിപ്പിക്കുക. തിന്മ അല്ലെങ്കിൽ പിശാചെന്ന് ഇല്ല എന്ന് വിശ്വസിപ്പിക്കുക. ആ കാര്യത്തിൽ പിശാച് വിജയിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് വിജയിച്ചിട്ടുണ്ട്. പിശാചില്ല, അതിൻ്റെ അതൊക്കെ ചുമ്മാ എന്തൊക്കെയോ നരകോ നിത്യനരകോ അന്ത്യവിധിയോ ഇല്ലെങ്കിൽ തിന്മയുടെ ഒരു പിടുത്തമോ പിശാചിൻ്റെ പ്രലോഭനം അങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വസിപ്പിക്കും. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമുക്ക് ഏറ്റവും വലിയ പ്രലോഭനം അവൻ തരുന്നത് ആ പാപം ചെയ്യാനോ ഈ പാപം ചെയ്യാനോ എന്നല്ല. അദ്ദേഹം പറയുകയാണ്, ഏറ്റവും വലിയ പ്രലോഭനം അവനിവിടെ ഇല്ല എന്ന് നിങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിക്കുക. തിന്മയില്ല, സാത്താനില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കുറച്ച് വർഷത്തെ ശുശ്രൂഷ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, അവനിവിടെ ഉണ്ട്, അവനുണ്ട്. അയ്യോ, അടിയുടെ പെരുന്നാൾ തന്നു കളയും നമുക്ക്. ആദ്യത്തെ പ്രലോഭനം, ആദ്യത്തെ അടിയാണ്. ശരിക്കും ഇങ്ങനെ വചനം പ്രഘോഷിക്കുന്നവരെ കൊണ്ട് അവൻ വിശ്വസിപ്പിക്കും സാത്താനില്ലാന്ന്. അവരെ കൊണ്ട് അവൻ പ്രഘോഷിപ്പിക്കും നിങ്ങൾ അതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇതാണ് തിന്മ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളൊന്നും. അദ്ദേഹം അടിസ്ഥാനമായിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ്, സാത്താൻ ശക്തനാണ്. ഒന്നാമത്തെ കാര്യം, അവൻ ഇല്ല എന്ന് അവൻ വിശ്വസിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, അവൻ ശക്തനാണ്. ഹീ ഈസ് നോട്ട് വീക്ക്. ശക്തിയില്ലാത്ത ഒരു നമ്മളിങ്ങനെ ടിക്ക് എന്ന് പറഞ്ഞ് തട്ടുമ്പോഴത്തേനും ഓടിപ്പോകുന്നവനല്ല. സൈറ്റൻ ഈസ് പവർഫുൾ. പറഞ്ഞേ ഹല്ലേലൂയ. ചെറിയ പേടിയൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഈ റിയാലിറ്റി മനസ്സിലാക്കുക. സാത്താൻ ശക്തനാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയാണ്, അവൻ പതുങ്ങിയിരിക്കും. സാത്താൻ ശക്തനാണ്, അവൻ പതുങ്ങിയിരിക്കും. പതുങ്ങിയിരിക്കുന്നത് എന്നെ നിങ്ങളെയും പേടിച്ചിട്ടല്ല. എന്തിനാണ് പതുങ്ങിയിരിക്കുന്നത്? പുലി പതുങ്ങുന്നത് അതൊക്കെ അറിയാം, പക്ഷെ സാത്താനെ കുറിച്ച് പറ. പതുങ്ങുന്നത് എന്തിനാണ്? ആക്രമിക്കാനാണ്. അവൻ പതുങ്ങിയിരിക്കും. ശക്തനാണ്, ശക്തന് ചേരാത്ത ഒന്നാണ് പതുങ്ങിയിരിക്കൽ. നിങ്ങൾ വിചാരിക്കരുത് പേടി കാരണം പതുങ്ങിയിരിക്കുകയല്ല, അവൻ ആക്രമിക്കാൻ പതുങ്ങിയിരിക്കുകയാണ്. എല്ലാവരെയും ആക്രമിക്കുമോ? ചോദ്യം ചോദിക്കാണ്ട് മണി പോലെ ഉത്തരം പറയാ അച്ചോ. നിങ്ങളും ഉത്തരം പറ. അവൻ ആക്രമിക്കുമോ? ഉറപ്പായിട്ടും ആക്രമിക്കും. ആരെ? ചിലരെ തൊടത്തില്ല, എന്നെയും നിങ്ങളെയും തൊടത്തില്ല. നിങ്ങളെ തൊടത്തില്ല, എന്നെയും തൊടത്തില്ല, പക്ഷെ അവൻ ആക്രമിക്കും. ആരെ? എന്നെങ്കിലും ഒരു ദിവസം ഒരാൾ തൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറയ്ക്കുന്നയാളെ അവൻ ആക്രമിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നേക്കുന്ന ഒരു അബദ്ധ ചിന്തയാണ്. സാത്താന് ശക്തിയില്ല, അവൻ പ്രവർത്തിക്കില്ല, അവൻ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. നോ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കുക. അവൻ ശക്തനാണ്, അവൻ പതുങ്ങിയിരിക്കും. കഴിവില്ലാഞ്ഞിട്ടല്ല, അവൻ ആക്രമിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടല്ല. അവൻ ആക്രമിക്കാൻ പതുങ്ങിയിരിക്കുന്നത് അവൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആരെ? എല്ലാവരെയും കയറി തോണ്ടുക, മാന്തുക, ഉപദ്രവിക്കുകയല്ല. എല്ലാ വീടുകളും കയറി ആക്രമിക്കുകയല്ല. എല്ലാ കുടുംബങ്ങളും കയറി ആക്രമിക്കുകയല്ല. എല്ലാ വ്യക്തികളെയും നശിപ്പിച്ച് കളയാൻ ശ്രമിക്കുകയല്ല. ഒരാളുടെ പ്രാർത്ഥന കുറയുമ്പോൾ, അയാളുടെ ഭവനത്തിൽ പ്രാർത്ഥന കുറയുമ്പോൾ അയാളെയും അയാളുടെ കുടുംബത്തെയും അവൻ അറ്റാക്ക് ചെയ്തിരിക്കും.
പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ശ്രദ്ധിച്ച്, എവിടെയൊക്കെ നമ്മുടെ കുടുംബ പ്രാർത്ഥന കുറഞ്ഞോ അവിടെയൊക്കെ നമ്മുടെ അസ്വസ്ഥതയുടെ ലെവൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ജഡ്ജ് ചെയ്യല്ല, നിങ്ങളുടെ ഭവനത്തെക്കുറിച്ച് വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് മാത്രം ഒന്ന് ഒരു ഗ്രാഫ് എടുത്താൽ മതി. കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥന കൂടുകയാണോ ചെയ്തത് അതോ കുറഞ്ഞോ ചെയ്തു? കൂടുകയാണോ ചെയ്തത് കുറയുവാണോ ചെയ്തേ? കൂട്ടുക. പക്ഷെ നിങ്ങൾ കേട്ട വചനങ്ങൾ കൂടിയിട്ടുണ്ട്, ശരിയാണോ? കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വചനം കേട്ട വർഷങ്ങളായിരിക്കും കഴിഞ്ഞ 10 വർഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മാത്യു വയലാമലിൻ്റെ അച്ഛൻ്റെ പിന്നെ രാവിലെ 5:30 ശുശ്രൂഷ, ഒരമ്മച്ചി അപ്പുറത്താണ്ട് കറി അരിയുന്നു, അപ്പുറത്തെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. കറി അരിയുമ്പം വരെ ഇങ്ങനെ വചനം കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. പശുവിനെ കറക്കുമ്പം വചനം കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ സാധ്യതയാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന ചിലപ്പോൾ കൂടിക്കാണും, ബൈബിൾ വായന കൂടിക്കാണും, എല്ലാം കൂടി. പക്ഷേ ഉറപ്പുള്ളൊരു കാര്യമാണ്, 10 വർഷത്തിനുള്ളിൽ മിക്ക കുടുംബങ്ങളുടെയും ആ കുടുംബ പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ചുള്ള പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാണോ എന്നെ ടാറ്റ കാണിച്ചാണോ? ഇല്ല എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്വസ്ഥത കൂടിയ കുടുംബങ്ങൾ, നിങ്ങൾ ഈ കാര്യം ഒന്ന് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക. അസ്വസ്ഥത കൂടിയ കുടുംബങ്ങൾ, നിങ്ങൾ ആ വീട്ടിലെ അസ്വസ്ഥത അഴിക്കാൻ, ആ പ്രശ്നം മാറ്റാൻ വേണ്ടി 100 കാര്യങ്ങൾ ചെയ്യല്ല. നിങ്ങൾ ആദ്യം റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് വീട്ടിലെ ആ പ്രാർത്ഥനയാണ്. ഭയങ്കര ബോറായിരിക്കും. 7 മണിക്ക് 7:30 എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ബോറം പരിപാടിയാണ്. ബിഗ് ബോസ് ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും വല്ലവൻ്റെയും കുറ്റമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം. പ്രാർത്ഥന എങ്ങനെയാണോ? അയ്യോ, എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ അല്ലേ? പക്ഷെ കുടുംബ പ്രാർത്ഥന എവിടെ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അസ്വസ്ഥത മാറും. നിങ്ങളുടെ ഭവനത്തെ സാത്താൻ ആക്രമിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അവന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, അവൻ ശക്തനാണ്. അവൻ പതുങ്ങിയിരിക്കുന്നു. ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ആ വീടിന് ചുറ്റും അവൻ വട്ടമിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ അവൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല. പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എപ്പോൾ പ്രാർത്ഥന കുറയുന്നോ അപ്പോൾ പതുങ്ങിയിരിക്കുന്നവൻ ആക്രമിക്കും. 2 കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. സത്യം പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി ഫാദർ ഗബ്രിയേൽ പറയുന്നൊരു കാര്യമാണ്, അങ്ങനെ അവൻ ആക്രമിച്ചാൽ അവൻ എന്താണ് ആദ്യം ആക്രമിക്കുന്നത്? നമുക്കിത് പെട്ടെന്ന് പിടികിട്ടില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ വ്യക്തിപരമായിട്ട് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, വ്യക്തിപരമായ ജീവിതം നിങ്ങൾ ഓർത്ത് നോക്കുക. ഫാദർ ഗബ്രിയേൽ അമോർത്ത് പറയുന്നതാണ്, ഒരാൾ പ്രാർത്ഥന കുറച്ചാൽ പിശാച് അവനെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക മേഖലയാണ്. ഏത് മേഖലയാണെന്നറിയോ? വിശുദ്ധിയെ അറ്റാക്ക് ചെയ്യും. നമ്മളതിനെ സീരിയസ് ആയിട്ട് എടുക്കണം. പിശാച് ആദ്യം ആക്രമിക്കാൻ പോകുന്നത് വിശുദ്ധിയുടെ മേഖലയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സിൻ, ഒരു പാപത്തെ, നിങ്ങൾ 6-ാം പ്രമാണ ലംഘനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കില്ല. വിശുദ്ധി എന്നൊക്കെ പറയുമ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ വ്യഭിചാരം ഒന്നും ചെയ്തിട്ടില്ല. 6-ാം പ്രമാണം മാത്രമല്ല പ്രമാണ ലംഘനം. 1-ാം പ്രമാണം അവിടെ കിടപ്പുണ്ട്. ദ ഫസ്റ്റ് തിങ് ഈസ് ടു കീപ് ദ ഫസ്റ്റ് തിങ്. ഒന്നാമത്തെ കാര്യം ഒന്നാമത് വെക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഈ വിശുദ്ധമായ കാര്യങ്ങൾ, ആരാധനയോട്, വിശുദ്ധ കുർബാനയോട്, പ്രാർത്ഥനാ ജീവിതത്തോട്, വിശുദ്ധ വസ്തുക്കളോടുള്ള നമ്മുടെ ആ ഒരു ഭക്തി, ആദരവെല്ലാം അവൻ എടുത്തു കളയും. വിശുദ്ധിയെ എടുത്തു കളയും. അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേഖലയാണ് വിശുദ്ധി. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോ, എന്തെങ്കിലും ഒരു വലിയ തെറ്റ്, ഒരു സെക്ഷൽ സിന്നിൻ്റെ ഇരയായിട്ട് ഇല്ലെങ്കിൽ ഒരു അഡിക്ഷനിൽ നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, ആദ്യം റൂട്ട് കോസിലുള്ള ഈ പ്രശ്നം മാറ്റണം. ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളൊരു പോൺ വീഡിയോ കണ്ടു എന്നുള്ളതോ, നിങ്ങളൊരു ചീത്ത പുസ്തകം വായിച്ചു എന്നുള്ളതോ, നിങ്ങൾ അബ്യൂസ് ചെയ്യപ്പെട്ടെന്നുള്ളതോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിയ കഠിനമായൊരു പാപം പ്രലോഭനം ഉണ്ടായെന്നുള്ളതല്ല. ആദ്യത്തെ പ്രശ്നം പ്രാർത്ഥന കുറഞ്ഞു എന്നുള്ളതാണ്. പ്രാർത്ഥന കുറഞ്ഞാൽ തിന്മ, വിശുദ്ധിയെ അറ്റാക്ക് ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇപ്പം ചിലപ്പോൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇല്ലെങ്കിൽ നാളുകളായിട്ട് ചിലപ്പോൾ ഒരു പാപത്തിന് അടിമപ്പെട്ട് നിൽക്കുകയായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങളെടുത്ത് ഈ ഒരു സെക്ഷൽ മേഖലയിലുള്ള ഒരു സിൻ, ഒത്തിരി വീഡിയോസ്, പോൺ വീഡിയോസിന് അഡിക്ഷനാണ്, മാസ്റ്റർബേഷൻ അഡിക്ഷനാണ്, തെറ്റായ ചില ബന്ധങ്ങൾക്ക് അഡിക്റ്റഡായി പോവാണ്. ഇതിനകത്ത് എത്ര കയറി വരാൻ പറ്റുന്നില്ല. കുമ്പസാരിക്കുന്നുണ്ട്, ധ്യാനങ്ങൾ കൂടുന്നുണ്ട്, ഉപദേശങ്ങൾ തേടുന്നുണ്ട്, കയറി വരാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ മല്ല് പിടിക്കാതെ ആദ്യം എടുത്തു മാറ്റേണ്ട ഒരു പ്രശ്നമുണ്ട്. പ്രാർത്ഥന കുറഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത് മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഈശോയെ എനിക്കിത് വേണ്ട, എനിക്കിത് കാണണ്ട, എനിക്കിത് ചെയ്യണ്ട. ഈ പ്രാർത്ഥനയെക്കുറിച്ചല്ല പറയുന്നത്. ബേസിക് ആയിട്ട് ഈശോയോടുള്ള പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞോ, സാത്താൻ വിശുദ്ധി അറ്റാക്ക് ചെയ്യും. ഒന്നിനു പുറകെ ഒന്നായിട്ട് പാപങ്ങളുടെ പട്ടുകുഴിയിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതം അത്തപ്പതിച്ചു പോകും. പറഞ്ഞേ ഹല്ലേലൂയാ. ആദ്യം തിരിച്ചു പിടിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം. ഏറ്റവും സിമ്പിളായിട്ട് ആരംഭിക്കുക. അതിനു വേണ്ടി ഫാദർ ഗബ്രിയേൽ അമോർത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ്, ഏറ്റവും സിമ്പിളായ പ്രാർത്ഥനയെക്കുറിച്ച് അദ്ദേഹം പറയാണ് ജപമാല. കണക്ഷൻ പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് എവിടെ വീണ് കിടക്കുന്നോ, അതെന്നെ ഇങ്ങനെ വീണേ, കർത്താവ് എന്നെ കൈവിട്ടെ, ഞാൻ എങ്ങനെ ഇത്രയും പാപത്തിലേക്ക് അടിമപ്പെട്ടു പോയെ, ഈ ചരിത്രം ഒന്നും അന്വേഷിച്ച് നിങ്ങൾ നടക്കണ്ട.
നിങ്ങൾ ആദ്യം തിരിച്ചു കയറി വരാനുള്ള ഒരു ആയുധം കയ്യിലെടുക്കുക. കഴുത്തിൽ അണിയുമ്പോൾ ആഭരണം കയ്യിലെടുക്കുമ്പോൾ ആയുധം ജപമാല ചൊല്ലി റീസ്റ്റാർട്ട് ചെയ്യുക. കിട്ടുന്നുണ്ടോ? നമുക്ക് ഒരു പ്രാർത്ഥനയും ചെല്ലാൻ പറ്റാത്ത സമയങ്ങളുണ്ട്, ശരിയാണോ? അത് നിങ്ങൾ പാപികളാവണമെന്നില്ല. നിങ്ങൾക്ക് മൂഡ് ഓഫ് ആയാൽ മതി, നിങ്ങൾക്കൊരു നിരാശ വന്നാൽ മതി. ഇനി ഒരു നിരാശ ഇല്ലെങ്കിൽ ചില സമയത്ത് ഒരു പ്രാർത്ഥനയും ചെല്ലാൻ പറ്റാത്ത സമയം വരും. കാണാപ്പാടം നന്നായിട്ട് അറിയാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഏത്? ജപമാല. തെറ്റിപ്പോവായിരിക്കും അല്ലേ? നന്മ നിറഞ്ഞ മറിയമേ, മറിഞ്ഞു പോയ വീണ അല്ല ഞാൻ എണീപ്പിക്കണേ, അങ്ങനെയൊക്കെ ചെല്ലായിരിക്കും. ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ബ്രദർ ഈ ഇടയ്ക്ക് ജപമാല ലീഡ് ചെയ്തിട്ടാണ് നമ്മുടെ കർത്താവ് വിശ്വസിച്ച ജോർദാൻ നദിയിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി ധ്യാനിക്കാം. നിങ്ങൾക്കും അത് മനസ്സിലായില്ലേ? നിങ്ങളും അങ്ങനെയൊക്കെയാണോ ചെല്ലുന്നത്? അത് സ്ഥിരം ചെല്ലിപ്പോകുന്ന പ്രാർത്ഥനയുണ്ട്. ചിലപ്പം ഒന്നാലും അത്രയും വീഞ്ഞൊക്കെ എന്നാ കാണിച്ചു എന്ന് അച്ഛൻ ചോദിച്ചു, ഡോക്ടറച്ഛൻ. ജോർദാൻ നദി വെച്ച് വെള്ളം വീഞ്ഞാക്കി ധ്യാനിക്കും. മാറിപ്പോവായിരിക്കും. പക്ഷെ നമുക്ക് ഏതുറക്കത്തിലും വിളിച്ചെഴുന്നേപ്പിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുന്നൊരു പ്രാർത്ഥനയായിരിക്കും അല്ലേ ജപമാല. ഫാദർ ഗബ്രിയേൽ അമോർത്ത് പറയാണ്, ഇഫ് സൈറ്റൻ ഹാസ് അറ്റാക്ഡ് യുവർ ഹോളിനെസ്, അറ്റാക്ക് ഹിം ബാക്ക് വിത്ത് ദ വെപ്പൺ. ഈ ജപമാല എടുക്കുക. നമ്മൾ വിചാരിക്കും തിന്മയ്ക്കെതിരെയുള്ള ഏറ്റവും നല്ല ആയുധം വചനമാണ് അല്ലേ? ഈശോ വചനം ഉപയോഗിച്ചു. ഈശോ ജപമാല എല്ലിട്ടല്ലോ പിശാചിനെ ഓടിച്ചേ. ഈശോ വചനം ഉപയോഗിച്ചാണ്. നന്മ നിറഞ്ഞ മറിയമേ നിർത്തി പെറുക്കി ചെല്ലിയാൽ നമുക്കറിയാം. നമ്മളിപ്പോൾ പറഞ്ഞു തുടങ്ങിയ ആ വചനം അവിടെയുണ്ട്. എലിസബത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. മാലാഖ പറഞ്ഞ വാക്ക്, മനുഷ്യർ പറഞ്ഞ വാക്ക്, സ്വർഗം അപ്രൂവ് ചെയ്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് വചനത്തിൻ്റെ ഒരു വലിയ ആയുധമാണ് ജപമാല. വലതുവോർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ആ തിന്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, പ്രാർത്ഥനാ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യുക. ആ പ്രാർത്ഥനാ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല ആയുധങ്ങളിലൊന്നാണ് ജപമാല. ക്ലിയർ ആണോ? പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങൾ, എന്നോട് ചേർത്ത് ഫാദർ ഗബ്രിയേൽ പറയുന്ന ഒരു കാര്യമാണ് ഉപവാസം. വചനത്തിൽ ഈശോ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ചിലതൊക്കെ പുറത്തു പോകണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, എന്തും കൂടെ വേണം. നിങ്ങൾ പോകണ്ട കേട്ടോ, നിങ്ങളിവിടെ ഇരുന്നു. ചിലത് പുറത്തു പോകണേ എന്ത് വേണം? പ്രാർത്ഥന മാത്രം പോരാ, ഉപവാസം വേണം. ചില മേഖലകൾ, നിങ്ങളുടെ ഭവനത്തിലാവട്ടെ, നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ അന്വേഷിക്കണം, ഇതിന് എന്നെ കാരണം, ഈ സങ്കടം എന്നെ മാറാത്തെ, കുടുംബത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കെട്ട് മാറാത്തെ, ഇത് അഴിക്കാൻ വേണ്ടി നിങ്ങൾ ആയിരം സ്ഥലങ്ങളിലേക്ക് പോവാതെ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്നിട്ട് ഈശോയെ നോക്ക്, ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം ജപമാലയിലൂടെ നമുക്ക് തെളിഞ്ഞു കിട്ടും, വചനത്തിലൂടെ തെളിഞ്ഞു കിട്ടും. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പുറത്ത് പോകും. പറഞ്ഞത് ആരാണ്? അച്ഛനല്ല. ആര് പറഞ്ഞു? ഈശോ പറഞ്ഞു. പുറത്ത് പോയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഫാദർ ഗബ്രിയേൽ ഉപയോഗിക്കുന്ന നാലാമത്തെ ഒരു ആയുധമാണ്, നിങ്ങളും ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് കുമ്പസാരം. നമ്മളെ അറ്റാക്ക് ചെയ്തത് എത്ര വലിയ പിശാചാണേലും അവനെ പുറത്തിറക്കാനുള്ള ഏറ്റവും വലിയ ആയുധങ്ങളാണ് വിശുദ്ധ കുമ്പസാരം. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ മിക്കപ്പോഴും ആ ക്രൈസ്തവരായ സഹോദരങ്ങൾ, കുമ്പസാരമില്ലാത്ത സഭയിലെ കൂട്ടായ്മകളിലുള്ളവരൊക്കെ വരുന്നുണ്ട്. അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് ഉപവാസം. ഉപവസിച്ച് പ്രാർത്ഥിക്കുക. കുമ്പസാരിക്കാൻ പറ്റാത്ത സഭാ കൂട്ടായ്മകളുണ്ടല്ലോ, അക്രൈസ്തവരായ സഹോദരനുണ്ട്, കുമ്പസാരം ഇല്ല അവർക്ക്. അപ്പോൾ അവരോട് പറയുന്നൊരു കാര്യമാണ് ഉപവാസം. ഉപവസിച്ച് പ്രാർത്ഥിക്കുക, തിന്മ പുറത്ത് പോകും. അപ്പം നാലാമത്തെ ആയുധം വളരെ പ്രധാനപ്പെട്ട ആയുധമാണ് കുമ്പസാരം. പ്രാർത്ഥന, ജപമാല പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുമ്പസാരം. ഫാദർ ഗബ്രിയേൽ അമോർത്ത് ഈ കുമ്പസാരത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് മനസ്സിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. 1 confession ഈസ് ഈക്വൽ ടു 1000 exorcisms. ഒരു കുമ്പസാരം 1000 ഭൂതോച്ചാടനങ്ങളെക്കാൾ ശക്തിയേറിയതാണ്. പറയുന്നത് പിശാചേ പോ എന്ന് പറഞ്ഞ ഒരു ഡൂക്കിലി അച്ഛനല്ല, ഇത്രയധികം ഭൂതോച്ചാടനങ്ങൾ നടത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരു വൈദികൻ പറയാണ്, ഒരു കുമ്പസാരം 1000 ഭൂതോച്ചാടനങ്ങളെക്കാൾ ശക്തിയേറിയതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മുടെ വ്യക്തി ജീവിതമാകട്ടെ, നമ്മുടെ കുടുംബം, നമ്മുടെ ശുശ്രൂഷ മേഖല, ഒരു തടസ്സം നിൽക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ല, ഇതെന്നെ ഇങ്ങനെ ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നന്നായിട്ടൊന്ന് പോയി അനുദപിച്ച് കുമ്പസാരിക്കും. കുമ്പസാരത്തിൽ അഴിഞ്ഞു വീഴും എല്ലാം. നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയും, നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് നിങ്ങളൊരു പ്രതിസന്ധിയിലാണോ, നിങ്ങളുടെ മക്കളൊരു പ്രതിസന്ധിയിലാണോ, ആ കുഞ്ഞുങ്ങളോട് ആദ്യം പോയി ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കുമ്പസാരിച്ച് കർത്താവുമായിട്ട് ഒന്ന് രമ്യതപ്പെടുക. പിന്നെ ബാക്കി കർത്താവ് ചെയ്തോളും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഈ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയങ്ങൾ നമുക്കുണ്ടാകാം, ജപമാല കയ്യിലെടുക്കാൻ പറ്റാത്തൊരു സമയം ഉണ്ടാകാം. ചിലപ്പോൾ തിന്മ അതിൽ നിന്ന് വരെ നമ്മളെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ തിന്മയുടെ അടിവേറക്കുന്ന ഒരു കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം. സാത്താനെ നമ്മൾ തള്ളിപ്പറഞ്ഞ് ഈശോയെ വീണ്ടും രക്ഷകൻ നാഥനോട്ട് ഏറ്റു പറയുന്ന സമയമാണ് കുമ്പസാരം. ഒരു കുമ്പസാരം 1000 ഭൂതോച്ചാടനങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പിശാച് തരുന്ന മറ്റൊരു വലിയ പ്രലോഭനമാണത്. കുമ്പസാരം നീട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രോത്സാഹനം തരും അല്ലേ? നിങ്ങൾ കുമ്പസാരിക്കാരൊക്കെ ഉണ്ടോ? ഡെയിലി ആണോ? അല്ല, കൊല്ലത്തിലൊന്നെങ്കിലും. കള്ളന്മാരും കള്ളികളും അല്ലൊക്കെയാണ്. ഞാനിവിടെ ധ്യാനം കൂടാൻ വരുന്ന എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുള്ളതാണ് മാസത്തിലൊന്ന് കുമ്പസാരിക്കുക എന്നുള്ളത്. കാരണം ഇവിടെ ധ്യാനം കൂടാൻ വരുന്ന എല്ലാവരും മാസത്തിൽ ഒരു തവണയെങ്കിലും പാപം ചെയ്യുന്നവരാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്കറിയില്ല.
പാപം ഉണ്ടെന്നൊക്കെ തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ മറന്നു പോവും അല്ലേ? നമ്മുടെ പാപമായതുകൊണ്ട് നമ്മൾ മറന്നു പോവും. വല്ലവരുടെയും പാപമാണെങ്കിൽ നമ്മൾ ഓർത്തിരുന്നേനെ. നമ്മുടെ പാപമായിട്ട് മറന്നു പോകും. മാസത്തിൽ ഒന്നെങ്കിലും മിനിമം കുമ്പസാരിക്കും. വലിയ കൃപയായിരിക്കും. ക്ലീനായിട്ടിരിക്കും. ക്ലീനായിട്ടിരുന്നാൽ ഈശോ അവിടെ രാജാവായിട്ട് നിന്നോളും. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്തോളും. കർത്താവ് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്ന ഒരുത്തൻ്റെ വീട്ടിൽ തിന്മ കയറി ആക്രമിക്കാൻ ഒന്ന് ഞൊട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ പ്രശ്നങ്ങളുടെ 100 കണക്കിന് സൊല്യൂഷൻസ് അന്വേഷിച്ച് അവിടെ ഇവിടെയൊന്നും പോവാതെ തിരുസഭ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻസാണ് ഇതൊക്കെ. കേട്ടുന്നുണ്ടോ? ജപമാല പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് തിരുസഭ പറഞ്ഞേക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ മാർപ്പാപ്പന്മാർ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ജോൺ ബോൾ പാപ്പയൊക്കെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. എന്ന് എൻ്റെ എത്രയോ ആകുലതകളും ഉത്കണ്ഠകളുമാണ് ഞാൻ ജപമാലയിൽ സമർപ്പിച്ചത്, അതിലൊന്നിന് പോലും ഉത്തരം കിട്ടാതെ പോയിട്ടില്ലെന്ന്. എല്ലാം കൊടുത്തേക്കാണ്. ബെനഡിക്റ്റ് പാപ്പ നമ്മളോട് പറഞ്ഞേക്കാണ്, ഒരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും എടുക്കാൻ തോന്നാത്തൊരു സമയത്ത് ജപമാല എടുക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പ്രാർത്ഥനകളൊന്നാണ് ജപമാല. ലിയോ മാർപ്പാപ്പയ്ക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ജപമാല കയ്യിലെടുക്കുക, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുക. ഒറ്റയ്ക്കായി പോകത്തില്ല. ഈ ജോൺ ബോൾ പാപ്പയ്ക്ക് വെടിയേറ്റ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആ ഒരു വലിയൊരു സംഭവത്തിന് ശേഷം തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് പരിശുദ്ധ അമ്മയാണെന്ന് വീണ്ടും ഒരു ബോധം കിട്ടിയ സമയത്ത് ജോൺ ബോൾ പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ചു, തോത്തൂസ് തൂസ് മറിയമേ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്, എന്നെ നോക്കിക്കോടെന്ന് പറഞ്ഞേക്കാണ്. പരിശുദ്ധ അമ്മയുടെ കയ്യിലോട്ട് ജീവിതം കൊടുത്തേക്കുക. നിങ്ങളെ തിന്മ തൊടത്തില്ല. സാത്താൻ ഭയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. എനിമി ഓഫ് മൈ എനിമി, എൻ്റെ ശത്രുവിൻ്റെ ശത്രുവായ പരിശുദ്ധ മറിയം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇത് പൂർത്തിയാകുന്ന എൻ്റെ ചിന്ത. നമ്മളിങ്ങനെ തിന്മയെക്കുറിച്ച് പിശാചിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമ്മളധികം ഫോക്കസ് കൊടുക്കാത്ത ഒരു സാധനമാണ് ഈ നിരാശ എന്ന് പറഞ്ഞ സംഭവം. നിരാശ വന്നിട്ടുണ്ടോ എപ്പോഴേലും? നല്ല രസമാണത്. നിരാശ വരും, ആർക്കും വരും. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നവർക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ നിരാശ വരും. നമ്മളതിനെ വിചാരിക്കൊക്കെ, പരീക്ഷ തോറ്റുപോയി, ഇല്ലെങ്കിൽ സ്വപ്നം കണ്ട പോലെ കാര്യങ്ങൾ നടന്നില്ല, നിരാശപ്പെട്ടു. ആഗ്രഹിച്ച പോലെ കിട്ടില്ല, ലഡു ചോദിച്ചു, ലിലേബി കിട്ടി, നിരാശ. കുഞ്ഞു കാര്യങ്ങൾ മതിയല്ലോ നമുക്ക് നിരാശപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇദ്ദേഹം ഫാദർ ഗബ്രിയേൽ പറയുന്നൊരു കാര്യമാണ്, തിന്മ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് നിരാശ. നമ്മൾ വിചാരിക്കും മന്ത്രവാദമുണ്ട്, കൂടോത്രമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതൊക്കെ തിന്മയുടെ ആക്രമണം, ഓഫ് കോഴ്സ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അപകടം പിടിച്ച വളരെ മൂർച്ചയേറിയ തിന്മയുടെ ഒരായുധമാണ് നിരാശ. അതാർക്കും വരാം. നിങ്ങളൊരു വൈദികനായാലും സന്യസ്തയായാലും, നിങ്ങളൊരു കുഞ്ഞുവാവയായാലും, കുഞ്ഞുവാവയെന്ന് വെച്ചാൽ ഇച്ചിരി ബോധമൊക്കെ കിട്ടിയാൽ ഏത് സമയത്തും ആർക്കും ഏത് സ്റ്റാറ്റസ് ഉള്ളവർക്കും വരാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്, ഒരു ആയുധം പിശാച് ഉപയോഗിക്കുന്നതാണ് നിരാശ. ഇപ്പോൾ ഫാദർ ഗബ്രിയേൽ പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, ഈ ഭൂതോച്ചാടനം നടത്താൻ വേണ്ടിയിട്ട് എക്സോർസിസം ചെയ്യാൻ പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയാം, അതായത് ഇത് മാനസിക പ്രശ്നമാണോ, ഇല്ലെങ്കിൽ പിശാച് ശരിക്കും ആക്രമിച്ചതാണോ, ഇനി അതല്ല വല്ലാത്ത നിരാശയിലാണോ ഈ വ്യക്തി ഉള്ളതെന്ന് അത്രയും പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ ഇത്ര ശുശ്രൂഷയുടെ എക്സ്പീരിയൻസ് ഉള്ള ഈ അച്ഛൻ അറിയാം. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് പിശാച് പിടിച്ചേക്കുവാന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും? എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ പിശാച് പിടിച്ചേക്കുവാണോ, നിങ്ങൾക്ക് നിരാശയാണോ, ഇനി നിങ്ങൾക്ക് വല്ല കിളി പാറി നിൽക്കുവാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ആ അച്ഛൻ്റെ അത്രയും ഒരു പ്രാർത്ഥന ഒരുക്കും എനിക്ക് തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ അത്രയും ഈ ഫാദർ ഗബ്രിയേൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, മുമ്പിൽ വന്ന് നിൽക്കുന്നത്. കാരണം എല്ലാ കേസുകളും പിശാചിൻ്റെ ആവാസമോ ഒബ്സെഷനോ ഒന്നുമല്ല. ചിലത് മാനസിക പ്രശ്നങ്ങളായിരിക്കാം, ചിലത് അല്ലാത്ത ടെൻഷൻ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതായിരിക്കാം. അദ്ദേഹം പറയാണ്, വളരെ വ്യക്തമായിട്ട് പിശാച് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒന്നാണ് നിരാശ. ഈ വ്യക്തിയുടെ ഉള്ളിൽ നിരാശ പിടിച്ചിരിക്കുകയാണോ എന്ന് അദ്ദേഹം പറയാണ്, പരിശുദ്ധ അമ്മ ഇത് വെളിപ്പെടുത്തി തരും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ വ്യക്തിയെ ഈ ഒരു തിന്മയെ പുറത്താക്കാൻ വേണ്ടി തിരുസഭ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളൊന്നാണ് വിശുദ്ധ മിഖായേലിനോടുള്ള ജപം, അല്ലേ? കാണാതെ അറിയാലോ, കുരിശ് വരച്ചുള്ള പ്രാർത്ഥന, നമ്മൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കും, ഹന്നാൻ വെള്ളം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും, തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഫാദർ ഗബ്രിയേൽ പറയുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് തിന്മയെ പുറത്താക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു കൂട്ടാണ് പരിശുദ്ധ അമ്മയുടെ കൂട്ട്. പരിശുദ്ധ അമ്മ പറഞ്ഞു തരും, ഇതൊരു മാനസിക പ്രശ്നമാണോ, നിരാശയാണോ, ഇനി ശരിക്കും പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ആക്രമണമാണോ എന്ന് പറഞ്ഞു തരും. അപ്പം അദ്ദേഹം പറയുകയാണ്, ഈ പിശാച് ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു ആയുധമാണ് നിരാശ. തെളിഞ്ഞു കിട്ടത്തില്ല. നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചില പെട്ടെന്നൊരു ദിവസം ഒരു പുഴുവിനെ പോലെ ഒതുങ്ങിപ്പോകുന്ന കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ അങ്ങനെ കാണും. വളരെ ആക്റ്റീവായി വളരെ ഹാപ്പി ആയിട്ട് പാറി പറന്ന് നടന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം ആരോടും മിണ്ടുന്നില്ല, ഒരു മുറിയിലേക്ക് ഒതുങ്ങിപ്പോകുന്നു. എന്നെ സങ്കടം എന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നമുക്കങ്ങനെ വന്നിട്ടുണ്ടാകാം. നല്ല ആക്റ്റീവായിട്ട് നിന്നൊരു ലൈഫായിരിക്കാം, പെട്ടെന്ന് ഒരു ദിവസം എല്ലാത്തിനോടും ഒരു സന്തോഷം പോയി, ഒന്നിനോടും ഒരു ആക്റ്റീവില്ല, പ്രാർത്ഥിക്കാനും തോന്നില്ല, പുറത്തിറങ്ങി ഒരു ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ തോന്നില്ല, ഒരു സിനിമ കാണാൻ പോകാൻ തോന്നില്ല, ആരോടെങ്കിലും 2 വഴക്കെങ്കിലും ഉണ്ടാക്കാൻ പോലും തോന്നില്ല. ജീവിതത്തിൽ മൊത്തം നിരാശ വന്നു പോകുന്ന മനുഷ്യരുണ്ട്. ഫാദർ ഗബ്രിയേൽ അങ്ങനെയുള്ള
ഇഷ്യൂസ് കേസസ് വരുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, അവരെ കൊണ്ട് ഇങ്ങനെ ചെല്ലിപ്പിക്കും. എന്നാണെന്നറിയോ? മേരി ദ റീസൺ ഫോർ മൈ ഹോപ്പ്, എൻ്റെ പ്രത്യാശയുടെ കാരണമായ മറിയം, എൻ്റെ പ്രത്യാശയുടെ കാരണമായ മറിയം. എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പൗലോസ്ലിയോട് കൂട്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളെ ചിന്തിക്കേണ്ടത്. പൗലോസ്ലിയ ഈശോയെ വിളിക്കുന്നുണ്ട് എഴുത്തിൽ, ഞങ്ങളുടെ ഏക പ്രത്യാശയായ യേശു ക്രിസ്തു, ഞങ്ങളുടെ പ്രത്യാശയുടെ ദൈവമായ യേശു ക്രിസ്തു. ഫാദർ ഗബ്രിയേൽ പറയാണ്, എൻ്റെ പ്രത്യാശയുടെ കാരണമായ മറിയം. എന്നുവെച്ചാൽ എൻ്റെ ഈശോ, എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും പ്രത്യാശയുമായ എൻ്റെ ഈശോയെ എനിക്ക് കിട്ടാനുള്ള കാരണം ആരാണ്? പരിശുദ്ധ അമ്മ. എൻ്റെ നിരാശയ്ക്കുള്ള ഉത്തരം പരിശുദ്ധ അമ്മ. എനിക്കിപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം കിട്ടാതെ ഞാൻ സങ്കടപ്പെടുമ്പോൾ, ഞാൻ വേദനിക്കുമ്പോൾ, ഞാൻ നിരാശയിലായിരിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു അർത്ഥം കിട്ടാതെ ഞാനിങ്ങനെ വഴിതെറ്റി നടക്കുമ്പോൾ എന്നെ പൊതിഞ്ഞു പിടിച്ച് എനിക്ക് പ്രത്യാശ നൽകാൻ എനിക്കൊരു അമ്മയുണ്ട്. ആ അമ്മയുടെ പേര് പരിശുദ്ധ മറിയം എന്നാണ്. മേരി ദ റീസൺ ഫോർ മൈ ഹോപ്പ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇത്രയും ബോധ്യം ഒന്ന് ഹൃദയത്തിലോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം ഇനി മുമ്പോട്ട് പോകുന്ന സമയത്ത്, നമ്മൾ ഈ വചന ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പറഞ്ഞ ആ വചനമുണ്ട്, നിങ്ങളിൽ സൽപ്രവൃത്തികൾ ആരംഭിച്ച ഒരുവൻ. ആരാണത്? ഈശോ. ഇതിന് തടസ്സം നിൽക്കുന്ന ഒരാളും കൂടി ഉണ്ട്. ആര്? തിന്മ. അവൻ പതുങ്ങിയിരിക്കുകയാണ്, അവൻ ശക്തനാണ്, അവൻ അറ്റാക്ക് ചെയ്യാം. എപ്പോൾ? നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോൾ. അവൻ അറ്റാക്ക് ചെയ്തു. നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ് നിരാശ. തെളിഞ്ഞു കിട്ടില്ല, പിശാച് കടിച്ചിട്ടില്ല, മാന്തിയിട്ടില്ല. പക്ഷെ നിങ്ങളൊരു നിരാശയുടെ പിടിയിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അവൻ അറ്റാക്ക് ചെയ്തെങ്കിൽ ആ അറ്റാക്കിനെ, ആ ആക്രമണത്തെ ചെറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനാ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യുക, ജപമാല കയ്യിലെടുക്കുക, ഉപവസിച്ച് പ്രാർത്ഥിക്കുക, ഏറ്റവും അടുത്ത സമയത്ത് കുമ്പസാരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ച തിന്മ നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തും, ഉറപ്പാണ്, ഉറപ്പാണ്. ഈ കാര്യങ്ങൾ ചെയ്ത് കുടുംബത്തിലൊരു അസ്വസ്ഥതയാവട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുട്ട് വന്ന് നിൽക്കാട്ടെ, ഈ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രത്യാശയുടെ കാരണമായ പരിശുദ്ധ അമ്മ നിങ്ങളെ കൈപിടിച്ച് സഹായിക്കും.